ഫസ്റ്റ് ടൈമാണ് ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം എന്ന് വെച്ചാൽ വലിയ രീതി ഒരുങ്ങുക അങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെ വലിയ ഫൗണ്ടേഷൻസ് അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നും ഞാനങ്ങനെ അത്രേതായിട്ട് ഒരുങ്ങാറില്ല. അപ്പം നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാട്ടോ. കാരണം അറിയാമല്ലോ ഇതുവരെ എൻ്റെ അതായത് എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇതുവരെ ഷോർട്സ് അല്ലാതെ ഇതുവരെ ഞാൻ ലോങ് വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം ഇപ്പോഴാണ് ഷോർട്സിലോട്ടൊരു കൂടുതൽ ഷോർട്സ് വീഡിയോസ് എടുത്ത് തുടങ്ങുന്നതല്ലേ. കുറേ വീഡിയോസ് നടക്കുന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസൊക്കെ എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഷോർട്സ് മാത്രം എടുക്കാതെ ലോങ് വീഡിയോ കാണുന്നത്. അങ്ങനെ ഒരു ലോങ് വീഡിയോ എടുക്കാം. എപ്പോഴേക്കും അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാൻ യൂസ് ചെയ്യുന്നില്ല പൗഡർ മോളുടെയാണ്, കുഞ്ഞിൻ്റെ പൗഡറാണ്. എൻ്റെ അമ്മമാർ ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം കുഞ്ഞിൻ്റെ പ്രോഡക്റ്റ്സ് അമ്മമാർ യൂസ് ചെയ്യും. ഞാനിതാ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൗഡർ കുറച്ച് മതി. പക്ഷേ അങ്ങനെ പോകുന്നില്ലല്ലോ. വലിയ രീതിയൊന്നും ഞാൻ അറിയില്ല. ജസ്റ്റ് ഒന്ന് പൗഡർ പുറത്ത് പോകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ മുന്നേ അങ്ങനെ കല്യാണത്തിന് മുന്നൊക്കെ പൗഡർ ഷെൽഫും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ അങ്ങനെ കേട്ടോ. ഒരമ്മയായപ്പോൾ വലിയ എടുക്കുന്നില്ല. ഞാൻ ചോദിക്കാൻ എത്ര അമ്മമാർ നിങ്ങൾ ചോദിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ സമയം കിട്ടാറില്ല. പിന്നെ നമുക്ക് ഒരു കൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റാം. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടിട്ട് ഞാനിതാ യൂസ് ചെയ്യുന്നത് എന്നുണ്ട്. ഏറ്റക്സിൻ്റെ കാജൽ ഇതാ ഞാൻ യൂസ് ചെയ്യാറ് സാധാരണ കൺമഷി. വലിയ ഇതൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഒന്നൊരുങ്ങി ഒരു വീഡിയോ അത്രേ ഉള്ളൂ. വലിയ രീതിയിലൊരുക്കൊന്നുമില്ല. കണ്ടിട്ട് പിന്നെന്താ ചെയ്യണ്ടേ? കണ്ട ഇതിപ്പോൾ ഒത്തിരി നാളായത് അങ്ങനെ യൂസ് ചെയ്യാനുള്ള അപ്പോൾ ഗെറ്റ് റെഡി കിട്ടുകയാണല്ലോ. നമ്മൾ ഈ ചെറിയ കൺവെൻഷൻ പൗഡർ കൊണ്ട് മാത്രമേ ഇത് ഗെറ്റ് റെഡി കിടക്കട്ടെ. രസമല്ലേ ഇതൊക്കെ? ഇതൊക്കെ ഒത്തിരി നാളായത്. എനിക്കത് ഒരു വർഷത്തോളമായെന്ന് തോന്നുന്നത്. എന്നുവെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ഒരു വർഷം കഴിഞ്ഞ് പിന്നെ ഓരോന്നൊക്കെ വാങ്ങിക്കണം. ശരിയായൊന്നും എനിക്കറിയത്തില്ല. പിന്നതെ ഐലൈനർ സോറി ലിപ്സ്റ്റിക്ക് എനിക്കെന്നെ മാറിപ്പോയി. ഞാൻ കൺമേളൊക്കെ എഴുതും. പക്ഷെ നമ്മൾ എഴുതിയിട്ട് അവിടെ പോകാൻ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എല്ലാം വേണ്ടേന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേര്. കാരണം നമ്മളൊരു വീഡിയോസ് ഇടുമ്പോൾ അതുപോലെ അതിന് നെഗറ്റീവായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അതുകൊണ്ട് കാര്യമാക്കണ്ട. അങ്ങനെ നെഗറ്റീവിനൊക്കെ മറുപടി കൊടുക്കാൻ എന്ന ജീവിതം മുഴുവൻ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. മറ്റുള്ളവർ പറയുന്നവർ പറയട്ടെ അല്ലേ. എന്തെങ്കിലുമൊക്കെ പറയാനും നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ. അല്ലാതെ നമ്മളിങ്ങനെ ചുമ്മാ വീഡിയോ എടുത്തിട്ട് എന്ത് കാര്യം? അങ്ങനെ ഒരുപാടൊന്നും അതിൽ ലിപ്സ്റ്റിക്ക് ഇടാറില്ല. ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് ലിപ്പിൽ പിഗ്മെന്റേഷൻ ഉണ്ട്. നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ മുന്നേ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ. ഇപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് നോക്കുന്നില്ലല്ലോ. അതുകൊണ്ട് കേരള ചുണ്ടിൽ നല്ല പോലെ പിഗ്മെന്റേഷൻ ഉണ്ട്. ഭയങ്കരമില്ല അങ്ങനെന്താ വലിയ കാര്യമാണെന്ന് ചോദിക്കും. വലിയ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഉറങ്ങും. അപ്പം അവളറിയാൻ മാത്രമേ എനിക്കെന്തെങ്കിലും വീഡിയോസ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റത്തില്ല. കാരണം കുഞ്ഞല്ലേ, അവൾക്കിപ്പം 7 മാസം. അപ്പം അറിയാമല്ലോ. അപ്പം എത്രത്തോളം ബുദ്ധിമുട്ടല്ല. പക്ഷേ അറിയാമല്ലോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ കൊട്ടയാണ് യൂസ് ചെയ്യും. പക്ഷെ എനിക്കിഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമായി. ഈ പൊട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ടത്തെ ഇങ്ങനെ ഓരോരോ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയല്ലേ ഒരുപാട് നാൾ മുമ്പുള്ളവർക്ക് ഇത് പൊട്ടായിരുന്നു. ഇപ്പോഴല്ലേ ഓരോരോ മോഡലും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്.
സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് നോക്കാം, പറഞ്ഞു കൊടുക്കാം. ഇപ്പം എങ്ങനെയുണ്ട്? കണ്ടല്ലേ, നല്ലതല്ലേ? അല്ലാതെ പറഞ്ഞാലും എന്താ, എനിക്കൊന്നുമില്ല. എനിക്കറിയാം ഞാൻ സുന്ദരിയാണ് അല്ലേ, സുന്ദരിയല്ലേ? അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ലവ് വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം, ഞാൻ മറുപടി തരത്തില്ല എന്ന് ഞാൻ പറയത്തില്ല. നമ്മൾ മറുപടി തരും, കാരണം നമുക്കതൊക്കെ സന്തോഷമല്ലേ. കാരണം നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് അതിലൊരു കമൻറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്നെ അപേക്ഷിച്ച് അത് വലിയ സന്തോഷമാണ്. കാരണം അത്ര വലിയ ഒരു യൂട്യൂബ് അങ്ങനെയൊന്നും അല്ല എൻ്റെത്. കാരണം അത് സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറവാണ്. അതുകൊണ്ടല്ലോ സബ്സ്ക്രൈബ് കൂടണം, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണം എന്നൊക്കെ. ഇങ്ങനെ ഓരോരോ വീഡിയോസ് കണ്ടപ്പോൾ ഇങ്ങനെ ഷോർട്സ് വീഡിയോസ് മാത്രമാണ് ലോങ് വീഡിയോസ് ഇടുക എന്ന് ഇങ്ങനെ കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇതെടുക്കുന്നത് തന്നെ കേട്ടോ. അല്ലാതെ എനിക്കിങ്ങനെ ലോങ് വീഡിയോസ് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കാം, അപ്പം അത്രയേ ഉള്ളൂ.